അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്പൂണൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നല്ലതുപോലെ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇതിനെ ആ അരപ്പ് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴേ ഈ അരപ്പെല്ലാം കറക്റ്റായിട്ട് എല്ലാ പീസിലേക്കും ഒന്ന് ഇതായിട്ട് കിട്ടുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ മൂടി കൊണ്ട് ഇതിനെ അടച്ച് വയ്ക്കുവാണ്. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മളിത് സ്റ്റൗവിലേക്കൊന്നും വെക്കുന്നില്ല. നമ്മളൊരു അവൻ പറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ മാറ്റി